ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അനി ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അങ്ങോട്ട് പോകാനാണ് ആൾ വരുന്നത്. കയ്യിൽ വാച്ചൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ജലജയും ജാനകിയും കൂടി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ നീ എവിടേക്കാണ് പോകണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നീ അറിഞ്ഞില്ലേ നിന്നെ കല്യാണം എന്താ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് അവളുടെ തന്നെ സീനിയർ ഓഫീസറാണ് അത്രേ. കൂടി ഇനി നീ അവൻ്റെ പിന്നാലെ നടക്കില്ലല്ലോ, കണ്ടിക്കണ്ടവരന്മാരുടെ അടുത്ത് അടി വാങ്ങിയും കൊണ്ട് നടക്കുകയാണ്. ഇനി അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവനെ എന്താ ചെയ്യാമെന്നറിയില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇവന് വെറുതെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനീനെ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, പിന്നെ നീ എന്തിനാ ഇനിയിപ്പോൾ അവളെ പിന്നാലെ നടക്കുന്നത്? നിന്നേക്കാളും നല്ലൊരു ആളെ കെട്ടിയപ്പോൾ അവളും അവളുടെ വീട്ടുകാർ ആ കല്യാണത്തിന് സമ്മതിച്ചില്ലേ, പിന്നെ നീ എന്തിനാ വെറുതെ അങ്ങോട്ട് പോണത് എന്ന് നോക്കുമ്പോൾ ജാനകി അടി മേടിക്കാൻ, അല്ലാണ്ട് എന്തിനാ അവൻ പോണത് എന്നറിയും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇവനെങ്ങനെ ദേഷ്യം പിടിപ്പിക്കും. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? എന്നെ ഇവിടെ തളച്ചിടാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അത് നടക്കില്ല, ഞാൻ തൂങ്ങി മരിക്കും എന്നൊക്കെ പറയും. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല എന്നറിയും. അപ്പോൾ ഫോൺ വാങ്ങി വെച്ചു. അപ്പോൾ പറയും ജലജ, ഫോൺ വാങ്ങിച്ചിട്ടൊന്നും അവന് വേറെ ഫോൺ വാങ്ങിയില്ലേ എന്നറിയും. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ഇവർ. പിന്നെ ഇവർക്കൊന്നും പറയാനില്ല. അപ്പോൾ പറയും, ഇനിയിപ്പോൾ ആരെയും വക വയ്ക്കാണ്ട് അവളെങ്ങാനും ഇങ്ങോട്ട് വിളിച്ചും കൊണ്ട് വരുമോ ജലജ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ ജാനകി പറയുന്നുണ്ട്, അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുന്നത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്നെ കാണില്ല, എൻ്റെ ജീവൻ ഞാൻ അങ്ങോട്ട് കളയും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ പിന്നെ ഏട്ടൻ്റെ കൂടെ നടന്നിട്ട് അനിയനും ആ സ്വഭാവമായി എന്നൊക്കെ അങ്ങനെ പറയുക. അപ്പോൾ പറയുക, അപ്പച്ചിയുടെ മകൻ്റെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി, അവന് പിന്നെ ഈ അനന്തപുരി തറവാടിനെ നല്ല പേരെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്, കാരണം അനി മോശം പേരുണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അനന്തപുരി തറവാടിന് നല്ല പേരല്ലേ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ അവന് അപ്പച്ചിയുടെ മോൻ്റെ കാര്യം നോക്കിയാൽ അറിയും. അപ്പോൾ അവനെന്താടാ ചെയ്ത് വയ്ക്കുമ്പോൾ അതൊന്നും അധികമൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട, ഞാൻ പറഞ്ഞാലേ കുറച്ച് കൂടി പോകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് പറയും, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനത് തീരുമാനിക്കാം, അല്ലാണ്ട് നിങ്ങളാരുമല്ല എന്ന് പറഞ്ഞിട്ട് അവനവിടുന്നാണ്ട് ഇറങ്ങി പോരുകയാണ് കേട്ടോ. ഇറങ്ങിപ്പോരുന്ന സമയത്ത് അവനെ സൂക്ഷിച്ചോ, അവനെ വെറുതെ പിന്നെ വീണ്ടും അടി വാങ്ങാൻ വേണ്ടി പോകാൻ തന്നെയായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഇതും ബൈക്ക് എടുത്ത് പോരുകയാണ്. ബൈക്ക് എടുത്ത് പോരുമ്പോൾ ഇവൾക്ക് നന്ദുവിനാണെങ്കിൽ ഭയങ്കര വിഷമം, ഇങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്നില്ലേ, അത് കാരണം ഭയങ്കര വിഷമമാണ് നന്ദുവിന്. അപ്പോൾ നന്ദു അനിയനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനി വിളിക്കുമ്പോൾ നന്ദു എന്ന് പേര് കാണുമ്പോൾ അവൻ ഡിസ്കണക്ട് ചെയ്യും, ഫോൺ എടുക്കില്ല. അപ്പോൾ അവൾക്കാണെങ്കിൽ അതിലേറെ വിഷമം, അടിയും കൊണ്ട് പോയിട്ട് പിന്നെ അവൻ ഫോണേ എടുത്തിട്ടില്ല. അങ്ങനെ ബൈക്ക് എടുത്തിട്ട് അവൻ പോരുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുമ്പോൾ എന്താണ് അബിനെ കുറേ നാൾ കഴിഞ്ഞിട്ടൊന്ന് കാണിക്കുകയാണ് പത്തരമാറ്റിൽ. അബിയുടെ അടുത്തേക്ക് ജലജ പറയുക, നീ ഇങ്ങനെ നടന്നോ, നീ അറിഞ്ഞില്ലേ വിവരങ്ങളൊക്കെ പറയുമ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കുക. നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇവിടുത്തെ CI ആണ്, നീ അറിഞ്ഞു വയ്ക്കുമ്പോൾ ഞാൻ അറിയുകയൊക്കെ ചെയ്തു, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതാവട്ടെ അറിയും, അപ്പോൾ നീ അയാളെ ഒന്ന് പോയി പരിചയപ്പെടട്ടെ, അങ്ങനെ ഒരാൾ നമ്മളെ കൂടെ ഉള്ളത് നല്ലതല്ലേ എന്നൊക്കെ പറയും. നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവനെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നല്ലതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച കാര്യം തന്നെയാണ് ഇപ്പോൾ അമ്മ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ നീ ഒന്ന് അയാളെ പോയി പരിചയപ്പെടുക, എന്നിട്ട് അവരുടെ കല്യാണം നടത്തുള്ള ഇതൊക്കെ നോക്ക്, പിന്നെ അനിയായിട്ട് ഉള്ള ഇത് റിലേഷൻഷിപ്പ് നന്ദു അനിയും തമ്മിലുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്മാറാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യണം, എങ്ങനെയെങ്കിലും അവളുടെ കല്യാണം ഒന്ന് നടന്ന് പോകണം എന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ പറയും, നവ്യയ്ക്ക് അത് ഇഷ്ടമല്ല, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നവ്യയ്ക്ക് ഇഷ്ടമല്ല, നവ്യ അത് പറയുന്നുണ്ട് എന്നറിയാം. നവ്യ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും നീ പിന്നെ അവൻ്റെ ഭാഗം പറയണ്ട, അവരുടെ ഭാഗം പറഞ്ഞ് ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം എന്നൊക്കെ അങ്ങനെ അബീനെങ്ങനെ മൂർച്ച കൂട്ടി വിടുകയാണ്. അപ്പോൾ പറയും, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അയാൾ നമ്മളെ കൂടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ആരും പേടിക്കേണ്ടതില്ല, എന്തായാലും നന്ദുവിനേക്കാളും മുകളിലിരിക്കുന്ന ഓഫീസർ അല്ലേ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരിയമ്മ, ഞാൻ ഇപ്പോൾ തന്നെ പോവുക ഡ്രസ്സ് മാറിയിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അബി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ എന്താണ് സച്ചിദാനന്ദനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോവുകയാണ്, സച്ചിദാനന്ദനെ കണ്ട് പിന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി അങ്ങനെ സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എന്താണ് സച്ചി സച്ചിയല്ല, അതിൻ്റെ മുന്നേ നവ്യയും അബിയും കൂടെ ഒരു സംസാരമുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും വേണ്ടില്ല അവരുടെ കല്യാണം നടത്തണം, അമ്മയ്ക്കും അച്ഛനും അതാണ് ഇഷ്ടം. അബിയോട് പറയുന്നതാണ് നവ്യ, അമ്മയ്ക്കും അച്ഛനും അതാണ് ഇഷ്ടം, പിന്നെ ഇനിയിപ്പോൾ അനിയൽക്ക് വരുന്നില്ല അറിയാം, അവർ എതിർപ്പെന്നെങ്കിലും പറയുമോ ഒന്നുമില്ല, അമ്മ എന്നെ വിളിച്ചിരുന്നു, സച്ചിദാനന്ദൻ അയാളവിടെ ചെന്നിരുന്നു, നല്ല പയ്യനാണെന്ന് പറഞ്ഞു, അവർക്കതാണ് ഇഷ്ടം,
പിന്നെ അവളുടെ കുറച്ചൊരു എതിർപ്പൊക്കെ ഉണ്ടാവും, അതൊന്നും സാരമില്ല, എന്തായാലും അവർ രണ്ടാളും തന്നെ ചേരുള്ളൂ, കാരണം ഒരേ ഇതിലല്ലേ ജോലി, അപ്പോൾ രണ്ടുപേരും തന്നെ ചേരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നീയൊന്ന് അവിടം വരെ ഒന്ന് പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പോവാം, ഞാൻ പോയി സംസാരിക്കാം, എന്തായാലും ഇതന്നെ നടക്കട്ടെ, അല്ലാണ്ട് അപ്പോൾ അനിയുടെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ലല്ലോ. അനാമികയാണെങ്കിൽ ഇവരെ എത്രത്തോളം മോശമാക്കാൻ പറ്റുന്നോ അത്രത്തോളം മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ നീയൊന്ന് ഒരു കാര്യം ചെയ്യുക, അബി നീയൊന്ന് പോയി സംസാരിക്കുക, അതാകുമ്പോൾ നമ്മൾ അവിടുന്ന് ആരെങ്കിലും ഒന്ന് ചെന്നു എന്നുള്ളൊരു ഇതും വരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോണതെന്ന് പറയുകയാണ്. അങ്ങനെ അബി അങ്ങനെ ഇയാളെ പോയി കാണുകയാണ് സച്ചിദാനന്ദനെ. അപ്പോൾ വിവരങ്ങളൊക്കെ പറയും. എൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് നന്ദു, എൻ്റെ അനിയത്തി തന്നെയാണ്. അപ്പോൾ അവിടുന്ന് ആരെങ്കിലും വന്നു നോക്കുമ്പോൾ ഇല്ല, ഇതുവരെ ആരും വന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. പിന്നെ എന്താണ് അനിയുടെയും നന്ദുവിൻ്റെയും ഇതിനെപ്പറ്റി അറിഞ്ഞില്ലേ, റിലേഷൻഷിപ്പിനെ പറ്റി അറിഞ്ഞില്ല, അത് വൺ വേ കേട്ടോ. നന്ദുവിന് ഇഷ്ടമൊന്നുമില്ല, അവനാണ് അവളുടെ പിറകെ നടക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ സച്ചിദാനന്ദ് ഭയങ്കര സന്തോഷം. അപ്പോൾ പറയും എന്തായാലും ഈ കല്യാണം തന്നെ നടക്കണം, അച്ഛനും അമ്മയ്ക്കും നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഫാമിലിക്കൊക്കെ അത് തന്നെയാണ് ഇഷ്ടം, നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടത്തുന്നത് തന്നെയാണ് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമാവണം. അപ്പോൾ പറയും എൻ്റെയും ആദർശേട്ടൻ്റെയും കല്യാണം നടന്നത് ഇങ്ങനെ ഒരു അവിചാരിതമായിട്ടുള്ളൊരു ഇതിലാണ്, അവിടുന്ന് രണ്ട് പെൺകുട്ടികൾ ഞങ്ങളെ കുടുംബത്തേക്ക് വന്നത്. പിന്നെ മൂന്നാമതൊരാളും കൂടി ഇങ്ങോട്ട് വരാൻ ആർക്കും താല്പര്യം, അവരുടെ വീട്ടുകാർക്കും താല്പര്യമില്ല, പിന്നെ എൻ്റെ ഭാര്യയ്ക്കും ഒന്നും താല്പര്യമില്ല, അനിയുടെ ഭാര്യയായിട്ട് നന്ദന വരുന്നത് ഞങ്ങൾക്കാർക്കും താല്പര്യമില്ല, നിങ്ങൾ തമ്മിലാണ് ശരിയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ സച്ചിദാനന്ദനെ ഇങ്ങനെ സുഖിപ്പിച്ചെടുക്കുകയാണ് അബി. അപ്പോൾ സച്ചിയാണെങ്കിൽ അതിൽ കേട്ടിങ്ങനെ സന്തോഷം കൊണ്ട് ആറാടുക. അപ്പോൾ പറയും ശരി, എന്തായാലും അധികം വൈകാണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് നടത്താം എന്നുള്ള തീരുമാനത്തിലെത്തണം. അപ്പോൾ പറയും നമുക്കൊന്ന് ശരിക്കും കാണാം എന്നൊക്കെ പറയും. അപ്പോൾ പറയും കുറച്ച് സ്മോൾ അടിക്കുന്ന ആളാണല്ലേ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല അറിയുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഹോട്ടലിലൊക്കെ റൂം എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ അടിച്ച് പിരിയാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇനിയിപ്പോൾ നന്ദുവിനെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് വെജിറ്റേറിയനൊന്നും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇയാളുടെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അബി സംസാരിക്കുന്നത്. കാരണം അബിക്ക് എങ്ങനെയെങ്കിലും ഇയാളെ പാട്ടിലാക്കണം എന്നുള്ള ചിന്തയാണ്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് പോവുക. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അനി നേരെ ഇവിടേക്ക് ചെല്ലുകയാണ്, അതായത് ഗോവിന്ദനെയും കനകനെയും കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ കനക കാണുന്നുണ്ട്, പെട്ടെന്ന് ബൈക്ക് കൊടുത്ത് നിർത്തുന്നതും നേരെ കയറി ചെല്ലും. അപ്പോൾ പറയും ഗോവിന്ദേട്ടാ അനി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ എന്തിനാവും ഇപ്പോൾ കുട്ടി ഇങ്ങോട്ട് വരുന്നതെന്നുള്ളതിൽ അങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും ചെല്ലുകയാണ്. അപ്പോൾ എന്താ വന്നത് ചോദിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അവർ. അപ്പോൾ ഇപ്പോൾ നന്ദുവിനെ പെണ്ണ് കാണാൻ ആ SCI വന്നില്ലേ, അത്രയും ധൈര്യം എനിക്കില്ല എന്നല്ല, എനിക്ക് വേണ്ടി ഞാനാണ് നന്ദുവിനെ പെണ്ണ് ചോദിച്ച് വരുന്നത്. എനിക്ക് നന്ദുവിനെ കല്യാണം കഴിച്ച് തരണം, കാരണം എനിക്ക് വേണ്ടിയിട്ട് ആരും അവിടുന്ന് എന്തായാലും പെണ്ണ് ചോദിക്കാൻ ആരും ഇങ്ങോട്ട് വരില്ല, പക്ഷേ ആവശ്യം എൻ്റേതായതുകൊണ്ട് ആണ് ഞാൻ നേരിട്ട് വന്നത് എന്ന് പറയും. അപ്പോൾ പറയും മാത്രമല്ല ഇതുവരെയും ഒന്നും മടി പിടിച്ചിട്ടോ നാണിച്ചിട്ടോ നിന്നിട്ട് കാര്യമില്ല, അവനാൻ്റെ ജീവിതം അവനാനല്ലേ തീരുമാനിക്കാൻ. എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ്, അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് എനിക്ക് നന്ദുവിനെ കല്യാണം കഴിച്ച് തരണം എന്ന് പറയാണ്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുക. അപ്പോൾ ഗോവിന്ദൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അനിയുടെ അമ്മയ്ക്ക് ഇതറിയാമോ എന്ന് ചോദിക്കുകയാണ്. ഞാനിവിടെ വരുന്ന ആർക്കും അറിയില്ല, പക്ഷേ എൻ്റെ അമ്മയുടെ തീരുമാനമല്ല ഇതറിയാം. അപ്പോൾ കനക പറയും മോനെ നീ ഇതുവരെ ഇവിടെ ഇങ്ങനെ ഇത്ര ധൈര്യത്തോടു കൂടി വന്ന് നീ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ നിൻ്റെ അമ്മ എന്താ പറഞ്ഞതെന്ന് അറിയോ, നീ നന്ദുവിനെ കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നിൻ്റെ അമ്മ തൂങ്ങി മരിക്കും എന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ അനുവാദം അല്ലാണ്ട് കല്യാണം കഴിക്കുന്നതോട് ഞങ്ങൾക്കും താല്പര്യമില്ല. മാത്രമല്ല നന്ദുവിന് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളത് വകവയ്ക്കുന്നില്ല. അനിയുടെ അമ്മയ്ക്ക് സമ്മതം അച്ഛനും സമ്മതം അല്ലാണ്ട് ഈ കല്യാണം നടത്തില്ല അനി. നിങ്ങൾ കുട്ടികളുടെ കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, കാരണം അമ്മയാണ് പ്രസവിച്ച് വളർത്തി ഇത്രയും വലുതാക്കിയിട്ട്. ആ അമ്മയെ വിഷമിപ്പിച്ചുകൊണ്ട് എനിക്ക് എന്തായാലും ഞങ്ങൾ നന്ദുവിനെ തരില്ല, മോൻ ചെല്ല് എന്ന് പറയും. കാരണം കാരണം നന്ദുവിനെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, പക്ഷേ ഇനി ഈ ആവശ്യമായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾക്ക് സമ്മതമല്ലേ, വെറുതെ രണ്ടാളെ അവിടെ പറഞ്ഞയച്ചതിൻ്റെ കുറേ പഴി ഞങ്ങൾക്ക് കേട്ടതാണ്. കാരണം അന്നൊക്കെ ഹൃദയം നിലച്ചു പോകാഞ്ഞത് എനിക്ക് ആയുസ്സുള്ളത് കൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോൾ മൂന്നാമത് നന്ദുവിനെയും കൂടി അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് ഞങ്ങളുടെ സമാധാനം ഞങ്ങൾ കളയുന്നില്ല. ഇപ്പം എന്തായാലും അവൾക്ക് നല്ലൊരു ആലോചനയാണ് വന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അവനെ ഇഷ്ടപ്പെടുകയും ചെയ്തു, പയ്യനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനി
അവനെ അവളെ ഞങ്ങൾ അയാൾക്കാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അങ്ങോട്ട് അനി ഇനി ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, ഒരിക്കലും വീട്ടുകാരെ വെറുപ്പിച്ചുകൊണ്ട് ഈ കല്യാണം നടത്താനും പറ്റില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ അനി ഇങ്ങനെ ആകെ വന്ന ശൗര്യമൊക്കെ പോവുകയാണ്. അപ്പോൾ ഭയങ്കര സങ്കടമാവും. അപ്പോൾ അനി പറയും, ശരി അച്ഛാ, ഞാനീ പോവുകയാണ്, ഞാൻ ഒരിക്കലും ഈ ഒരു ആവശ്യമായിട്ട് ഞാൻ വരില്ല, നിങ്ങൾ നന്ദുവിൻ്റെ കല്യാണം നിങ്ങൾ ആർക്കാച്ചാ നന്ദുവിൻ്റെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി പക്ഷേ ഞാനായിട്ട് ഒരിക്കലും നിങ്ങളെയോ എൻ്റെ വീട്ടുകാരെയോ നന്ദുവിനെയോ ആരും ശല്യപ്പെടുത്താൻ ഞാൻ വരില്ല, നന്ദുവിൻ്റെ പിറകെ ഞാൻ നടക്കില്ല, ഞാനീ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ ബൈക്ക് കൊടുത്തിട്ട് അവനങ്ങനെ പോവുക. അപ്പോൾ കനകയ്ക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര പേടിയാവുകയാണ്. കനക പറയുന്നുണ്ട്, ഗോവിന്ദേട്ടാ ആ പയ്യനെ ഇവിടെ നിന്ന് ആകെ വിഷമിച്ചിട്ടാണ് പോയിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമാവുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നമാവാൻ, നമ്മളടുത്ത് അവൻ വന്ന് പെണ്ണ് ചോദിച്ചു, നമ്മൾ മാന്യമായിട്ടുള്ള ഉത്തരവും പറഞ്ഞു. ഇതല്ലാണ്ട് നമ്മൾ എന്താ ചെയ്യുക കനകെ, നമ്മളിപ്പോൾ നടുകടലിൽ പെട്ട പോലെയല്ലേ, അപ്പോൾ നമ്മളെന്താ ചെയ്യുക, അതൊന്നും സാരമില്ല, അവർ പിന്നീട് മനസ്സിലായിക്കോളും അങ്ങനെ പറയണം. അപ്പോൾ നന്ദു കുറേ പ്രാവശ്യം വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഫോൺ എടുത്തില്ല, എന്നെ ആ CI തല്ലിയതിന് ശേഷം നന്ദു എന്നെ ഒത്തിരി പ്രാവശ്യം വിളിച്ചു, പക്ഷേ ഞാൻ ഫോൺ എടുത്തതേ ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നവരും നന്ദുവിനെ അറിയില്ല എന്ന് അനി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ അനി അങ്ങനെ ഇറങ്ങി പോവുകയാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ പത്രമായിട്ട് സങ്കടം തോന്നും അനിയുടെ കാര്യം ആലോചിക്കുമ്പോൾ. ഈ ധൈര്യം മുന്നേ കാണിച്ചിരുന്നെങ്കിൽ, അനാമികയെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് നന്ദുവിൻ്റെ ഭാര്യയാണ്, അവനത് ചെയ്തില്ല. അല്ല, സ്റ്റോറിയല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ കഥ കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.